വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഗോപിചന്ദ്രൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മന്ത്ലി സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ മന്ത്ലി സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സ്പയറി വരുന്നത് 29th ജൂലൈ ആണ്. സോ ഇന്നത്തെ ഡേറ്റ് 26th ആണ്. സോ നിങ്ങൾക്ക് ഈ 29th ജൂലൈ എക്സ്പയറി വെച്ചിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇനി മുതൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാ റിപ്ലൈസും നിങ്ങളെ എല്ലാ സ്ട്രാറ്റജീസിൻ്റെയും നിങ്ങളെ ഓപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. രണ്ടാമതൊരു കാര്യം പറയട്ടെ, ഞാൻ 2 സ്ട്രാറ്റജീസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വീക്ക്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജിയാണ്. സോ ആ സ്ട്രാറ്റജീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. സോ നമ്മളിവിടെ എൻട്രി ചെയ്യാൻ പോകുന്നത് ഒരു ബാറ്റ്മാൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ബാറ്റ്മാൻ ഓപ്ഷൻ സ്ട്രാറ്റജി എന്നാണ് ആ സ്ട്രാറ്റജീൻ്റെ പേര്. സോ നിങ്ങൾ ഈ കമ്മിങ് എക്സ്പയറിയിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു ബാറ്റ്മാൻ സ്ട്രാറ്റജി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഒരു ബാറ്റ്മാൻ സ്ട്രാറ്റജി ഉണ്ടാവുക. സോ നമ്മൾ ഈ ബാറ്റ്മാൻ സ്ട്രാറ്റജിയിൽ നമ്മൾ റിസ്ക് ഡിഫൈൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജീൻ്റെ പേ ഓഫ് ഗ്രാഫ് വരിക. നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രാറ്റജിയിലേക്ക് എൻട്രി ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ഡബിൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം ഡബിൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി പോലെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബാറ്റ്മാൻ സ്ട്രാറ്റജി. നമ്മൾ ബാറ്റ്മാൻ സ്ട്രാറ്റജിയിൽ നമ്മൾ റിസ്ക് ഡിഫൈൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ ഡബിൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജിയിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചൂസ് ചെയ്യുക? എറ്റ് ദ മണി അല്ലേ ചൂസ് ചെയ്യുക. സോ നമ്മൾ ഇതിൽ എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഇപ്പം നമുക്ക് എക്സ്പയറി എന്താണ് 29th ജൂലൈ ആണ്. ഇപ്പം മാർക്കറ്റ് എത്രയാണ്? 15,860 ആണ് സ്പോട്ട് പ്രൈസ്. ഓക്കെ, ഇപ്പോൾ 15,860 ആണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ മാർക്കറ്റിന്റെ ഇത് എത്രയാണ്? 15,900 എറ്റ് ദ മണി ഉള്ളത്. നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കോൾ സൈഡിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ കോൾ സൈഡിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എറ്റ് ദ മണിയിലല്ല നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത്, ഔട്ട് ഓഫ് ദ മണിയിലാണ്. ഔട്ട് ഓഫ് ദ മണിയിൽ എൻട്രി ചെയ്യുമ്പോൾ ഒരു 200 പോയിന്റ്സ് ആദ്യം തന്നെ. കാരണം നമുക്ക് എന്താണ് ഈ ഒരു ഗ്യാപ്പ് വരണം. ഈ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 200 പോയിന്റ്സ് വെച്ചിട്ടുള്ളത്. ഈ ഒരു 200 പോയിന്റ്സ് വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പ് വരില്ല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം നിങ്ങൾ ഡബിൾ ബട്ടർഫ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഗ്യാപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്, കോളിൽ നമ്മൾ ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്തു. ഒരു 200 പോയിന്റ്സ് വ്യത്യാസത്തിൽ നമ്മൾ എന്താ ചെയ്തത്, 16,100ന്റെ കോള് നമ്മൾ ബൈ ചെയ്യുന്നു. ഓക്കെ, ഒരു ലോട്ട്. ഇനി രണ്ടാമത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ 16,200ന്റെ 2 ലോട്ട് സെല്ല് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, റിസ്ക് അൺലിമിറ്റഡ് ആണ് വരിക അല്ലേ? റിസ്ക് അൺലിമിറ്റഡ് അല്ല വരിക. സോ നമുക്ക് റിസ്ക് കുറച്ചും കൂടിയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, 16,700 ഒരു 500 പോയിന്റ്സ് വ്യത്യാസത്തിൽ നമ്മൾ ഒരു കോളും കൂടി ബൈ ചെയ്യുന്നു, ഒരു ലോട്ട്. ഓക്കെ, സോ ഇത് നമ്മൾ കോൾ സൈഡിൽ ചെയ്തു. അതേപോലെ തന്നെ കാരണം നമ്മൾ കോൾ സൈഡിൽ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ് അല്ലേ? എറ്റ് ദ മണി നമ്മൾ ഒന്നും ചെയ്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു 100 പോയിന്റ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്യാപ്പിൽ. ഇവിടെ നമ്മൾ 200 പോയിന്റ്സും ഇവിടെ നമ്മൾ 500 പോയിന്റ്സിലാണ് വ്യത്യാസം. കാരണം നിങ്ങൾ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ സ്പോട്ട് പ്രൈസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എൻട്രി ചെയ്യാൻ. സോ നിങ്ങൾ മൺഡേ നിങ്ങൾ ട്രേഡിൽ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ എൻട്രി ചെയ്യാൻ. ഇനി നമുക്ക് പുട്ട് സൈഡിൽ നോക്കാം. പുട്ട് സൈഡിൽ എങ്ങനെയാണ് വരുന്നത്, പുട്ട് സൈഡിൽ ഇപ്പം 15,860 ആണെന്നുണ്ടെങ്കിൽ 15,700 അല്ല, 15,700 അല്ല പുട്ട് സൈഡിൽ. പുട്ട് സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബൈ ചെയ്യുക. ഫസ്റ്റ് തന്നെ ബൈ ചെയ്യുക, ഒരു ലോട്ട് അല്ലേ? രണ്ടാമത് തന്നെ എന്താ ചെയ്യേണ്ടത്, 15,600 അല്ലേ? 15,600 നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെല്ല് ചെയ്യണം. എത്ര ലോട്ട്സ്? 2 ലോട്ട്സ് അല്ല നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. 2 ലോട്ട്സ് സെല്ല് ചെയ്യുക, പുട്ട് ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു 500 പോയിന്റ്സ്, അപ്പം 15,100 അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബൈ ചെയ്യുക, വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ലോട്ട് ചെയ്യാം പുട്ട്.
സോ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബാറ്റ്മാൻ മോഡലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ എത്രയാണ്, ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് മാക്സിമം റിവാർഡ് ഉള്ളത് ഇവിടെ ഇരിക്കും, മാക്സിമം നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുള്ള റിട്ടേൺസ് കിട്ടുന്നത്. ഇതായിരിക്കും ഇതിന്റെ ബ്രേക്ക് ഇവൻ. നമ്മളിവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ബാറ്റ്മാൻ സ്ട്രാറ്റജിയിൽ നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതാണ് പേ ഓഫ് ഗ്രാഫെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് റിസ്ക് ഡിഫൈൻഡ് ആണ്, റിസ്ക് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടത്, ഇതിന്റെ പേ ഓഫ് ഗ്രാഫ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓപ്ഷൻസിന്റെ സ്ട്രാറ്റജി ബിൽഡർ ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എക്സ്പയറി സെലക്ട് ചെയ്യാം. സോ നമ്മൾ 29th ജൂലൈ എക്സ്പയറി ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനിപ്പോൾ പറയുന്ന സ്ട്രാറ്റജി ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. ഈ വരുന്ന മാസം നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ ഞാൻ പറഞ്ഞത്, 15,900 എറ്റ് ദ മണി എങ്കിൽ നിങ്ങൾ 16,100 അല്ലേ, 200 പോയിന്റ്സ് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ കോൾ ഓപ്ഷൻ നിങ്ങൾ ബൈ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് 16,200 കോൾ ഓപ്ഷൻ നിങ്ങൾ സെല്ല് ചെയ്യണം. എത്ര ലോട്ട്സാണ് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്, 2 ലോട്ട്സ് അല്ലേ നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, 2 ലോട്ട്സ് സെല്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി, നമുക്കൊരു ക്രെഡിറ്റ് സ്പ്രെഡ് കിട്ടി അല്ലേ. നമുക്ക് ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ഒരു 500 പോയിന്റ്സ് വ്യത്യാസത്തിൽ 16,200 500 പോയിന്റ്സ് വ്യത്യാസം പറഞ്ഞാൽ 16,700 16,700 നിങ്ങളൊരു ബൈയും കൂടിയും ചെയ്യുക. ഓക്കെ, ഒരു ലോട്ട് ബൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പുട്ട് ഓപ്ഷനിലും നിങ്ങൾ ചെയ്യുക. പുട്ട് ഓപ്ഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പുട്ട് ഓപ്ഷനിൽ ഇതേപോലെ 200 പോയിന്റ്സ് വ്യത്യാസത്തിൽ നിങ്ങൾ നോക്കുക. 200 പോയിന്റ്സിൽ വ്യത്യാസത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15,700 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, 15,700 ഫസ്റ്റ് തന്നെ നിങ്ങൾ ബൈ ചെയ്യുക, ഒരു ലോട്ട് ബൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 15,600 2 ലോട്ട് നിങ്ങൾ സെല്ല് ചെയ്യുക. 15,600 2 ലോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെല്ല് ചെയ്യണം അല്ലേ. ഇനി നമ്മൾ 2 ലോട്ട് സെല്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 500 പോയിന്റ്സ് വ്യത്യാസത്തിൽ 15,100 നമ്മൾ എന്താക്കണം, നമ്മൾ ബൈ ചെയ്യണം. ഓക്കെ, സോ 15,100 ബൈ ചെയ്തു. ആഡ് പൊസിഷൻസ് നമ്മൾ കൊടുത്തു. ഓക്കെ, സോ നമ്മളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു ബാറ്റ്മാൻ മാതിരി വന്നില്ലേ, കണ്ടില്ലേ. ഇങ്ങനെയല്ല ബാറ്റ്മാൻ നിങ്ങൾ വിളിക്കുക. ഇതിൽ നമ്മൾ ശരിക്കും ഇവിടെ ഞാൻ ഈ ഒരു ഇതും കൂടി ബൈ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ലോസ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ ട്രേഡ് 57%, മാക്സ് പ്രോഫിറ്റ് 10,000 റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്താൽ. മാക്സ് പ്രോഫിറ്റ് എവിടെയാണ്, ഈ പോയിന്റിലാണ് 15,600 അതേപോലെ 16,200 മാക്സ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അല്ലാത്ത ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് 5,500 റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ RR റേഷ്യോ എത്രയാണ്, 1:0.72. അതും തിരക്കിടില്ല അല്ലേ. 10,000 പ്രോഫിറ്റും 14,000 ലോസ് ഡിഫൈൻഡ് ആണ്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ എന്താ നോക്കുന്നത്, ഇതിൻ്റെ ബ്രേക്ക് ഈവൺ ആണ്. ഈ ഒരു മാസം മാർക്കറ്റ് 15,390, അതായത് ഈ ലെവൽ 15,390 താഴെ പോയാൽ നിങ്ങൾക്ക് ലോസ് ഉള്ളൂ. അതേപോലെ തന്നെ 16,410 മുകളിലോട്ട് പോയാലേ നിങ്ങൾക്ക് ലോസ് ഉള്ളൂ അല്ലേ. സോ നിങ്ങൾ ഈ ഒരു ലെവലിൽ മാത്രമാണ് നിങ്ങൾ ലോസ് വരുന്നത്, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലോസ് വരില്ല. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് വേഴ്സ് കം വേഴ്സ് സിനാരിയോയിൽ ആദ്യം നമുക്ക് ഈ ഒരു ലെവലിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കോളില്ലേ, ഈ ഒരു കോള് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോഴത്തേക്ക് ഈ 16,700 കോള് ഏകദേശം ഒരു പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, കാരണം നമ്മളിത് 16 റുപ്പീസിനാണ് എടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ 16,400 എത്തുകയാണെങ്കിൽ ഇത് ഒരു അത്യാവശ്യം ഈ ഒരു കോളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇനിയിപ്പം ലോസ് ആണെങ്കിൽ തന്നെ ഒരു മീഡിയം ലോസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ കോള് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു ഏകദേശം ഒരു എറ്റ് ദ മണി ആയിട്ടുള്ള ഒരു കോള് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതിൻ്റെ വൈഡൻ ആയിട്ടുള്ള ഇതുണ്ടല്ലോ, ഇത് കുറച്ചും കൂടി ഈ ഒരു ലെവലാവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയൺ ഫ്ലൈൻ്റെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് റെഫർ ചെയ്തു. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് ലോസ് ഡിഫൈൻഡ് ആണ്. നമ്മൾ വിഡ്ത്ത് കുറയ്ക്കുക, ലോസിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറയ്ക്കാനേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ, അല്ലാത്ത ഓപ്ഷൻ ഇല്ല. കാരണം
16,400 മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്ത് കുറയ്ക്കുക. ഈ വിഡ്ത്ത് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ആ അയൺ ഫ്ലൈൻ്റെ വീഡിയോ നോക്കിയിട്ട് അതേപോലെ നിങ്ങൾ വിഡ്ത്ത് കുറയ്ക്കുക. കാരണം നമുക്ക് അങ്ങനെ വിഡ്ത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, നിങ്ങൾ ഈ 14,000 ഉണ്ടാവുന്ന ലോസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ചും കൂടി ലോസ് ഇപ്പോൾ ഒരു 7,000 6,000 ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ലോസ് കുറയ്ക്കാൻ പറ്റും അല്ലേ. ഇനി ഇൻ കേസ് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വോളറ്റാലിറ്റി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇത് ഓൾറെഡി റിസ്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ മന്ത് ഈ ഒരു റേഞ്ച് ബോണ്ടിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 14,000 റുപ്പീസാണ് ഇതിൻ്റെ റിസ്ക്. ഇതിൻ്റെ മാർജിൻ വരുന്നത് എത്രയാണ്? ഇതിൻ്റെ മാർജിൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് മാർജിനേ വരുള്ളൂ. കാരണം നമുക്ക് സീറോദയിൽ തന്നെ ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സീറോദയിൽ നിങ്ങൾ ശരിക്കും ഈ ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാർജിൻ 2 ലക്ഷം. കാരണം നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ലോട്ട് സെല്ല് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 lakhൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാർജിൻ വേണം. പക്ഷേ എന്താണ് ഇതിൻ്റെ ഗുണം? ഫൈനൽ മാർജിൻ നിങ്ങൾ ഈ 2 lakhs ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ മാർജിൻ നിങ്ങൾക്ക് 73,000 നിങ്ങൾക്ക് വരുന്നുള്ളൂ. സോ 73,000 ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിക്കുന്നതെങ്കിൽ ഒരു 5,000 റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് 5% നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങളെ ക്യാപിറ്റലിൻ്റെ 5% നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നില്ലേ. സോ നിങ്ങൾക്ക് ഫൈനൽ മാർജിൻ വേണ്ടത് ഇതിൽ ആകെ 74,000 റുപ്പീസേ ഉള്ളൂ. 73,000 റുപ്പീസ് 73,582 ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ടോട്ടൽ ഇത് സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ടത് 2 lakhs നിങ്ങൾക്ക് മാർജിൻ വേണം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ട്രേഡിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. സാറ്റർഡേസ് ഞാൻ ഓപ്ഷൻസിനെ കുറിച്ച് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.